പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ചു. തോട്ടക്കര സ്വദേശികളായ നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. വളർത്തുമകളുടെ 4 വയസ്സുള്ള മകനെ ഗുരുതര പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. ആക്രമണം നടത്തിയ ബന്ധുവായ യുവാവിനായി തിരച്ചിൽ തുടരുന്നു. സാജിദ് അജ്മലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ പാലക്കാട് നിന്ന്. സാജിദ്, രാവിലെ തന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്, അതുപോലെ നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഒറ്റപ്പാലം തോട്ടറയിലാണ് ഈ ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത്. നാലകത്ത് നസീർ എന്ന 63 വയസ്സുകാരനും 60 വയസ്സുള്ള നസീറിന്റെ ഭാര്യ സുഹറ എന്നിവരാണ് ഈ വെട്ടേറ്റ് മരിച്ചത്. ഈ വളർത്ത് മകളുടെ 4 വയസ്സായ ഈ കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ ഈ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ ദാരുണമായ കൊലപാതകം നടന്നിട്ടുള്ളത്. സുൽഫിയത്ത് എന്ന യുവതി 4 വയസ്സുകാരനുമായി ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് നാട്ടുകാർ ശബ്ദം കേട്ട് വിവരം തിരക്കുന്നത്. അങ്ങനെ നാട്ടുകാർ ഈ വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് ഈ ദമ്പതികൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതുകൂടാതെ ഇവരുടെ ഒരു ബന്ധുവായ യുവാവ് കൈയിന്റെ നരമ്പ് മുറിച്ച് ഈ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. സമീപത്തെ ഈ പള്ളിയുടെ പറമ്പിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. കാടുമൂടി കിടക്കുന്ന ഈ ഭാഗത്ത് എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സംശയത്തിൽ ഈ പോലീസും നാട്ടുകാരും വ്യാപകമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ നേരം വെളുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇയാളെ കണ്ടെത്താൻ ഒരു സാധ്യതയുള്ളൂ. എന്തായാലും വ്യാപകമായ തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്നോ ഈ വ്യക്തി തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സാജിദ, വീട്ടിൽ ഈ 3 പേരും കുഞ്ഞും മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത്? അങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ 3 പേരും ഈ കുഞ്ഞുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്നാണ് വിവരം. എന്താണ് കൊലപാതകത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നു. ശരി, സാജിദ് അജ്മലാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല, അത് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടതുണ്ട്.